ഹായ് കുട്ടീസ്. ആൻറ്റി ഇന്ന് വന്നിരിക്കുന്നത് അറബിക് കഥകളിൽ നിന്നുമുള്ള ഒരു കഥയായിട്ടാണ്. അത് 1001 രാവുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. അലിബാബയും 40 കള്ളന്മാരും. ഇന്ന് നമുക്ക് കഥ തുടങ്ങിയാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വളരെ കാലങ്ങൾക്ക് മുമ്പ് പേർഷ്യയിലെ ഒരു ചെറു പട്ടണത്തിൽ ഒരു വ്യാപാരി താമസിച്ചിരുന്നു. നല്ല രീതിയിൽ കച്ചവടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യാപാരിയായിരുന്നു. പരവതാനി, അതായത് കാർപ്പറ്റ് വ്യാപാരിയായിരുന്നു കേട്ടോ. കാർപ്പറ്റ് കച്ചവടം നടത്തുന്ന ഒരാളായിരുന്നു. അയാൾക്ക് 2 മക്കളുണ്ടായിരുന്നു, ഖാസിമും അലിബാബയും. പെട്ടെന്ന് ഒരു ദിവസം ഈ വ്യാപാരി ചില അസുഖങ്ങളൊക്കെ പിടിപെട്ട് പെട്ടെന്ന് അങ്ങ് മരിച്ചപ്പോൾ ഇവർക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. കച്ചവടം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കച്ചവടവും അതുപോലെ ഒത്തിരി സമ്പാദ്യവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അയാളുടെ മൂത്ത മകനായ ഖാസിം തട്ടിയെടുത്തു. എന്നിട്ട് അലിബാബയ്ക്ക് ഒന്നും കൊടുത്തില്ല. ഖാസിം അതുപോലെ തന്നെ ഒരു വലിയ പണക്കാരനായ കച്ചവടക്കാരന്റെ മകളെയും കല്യാണം കഴിച്ച് അങ്ങനെ വളരെ ധനികനായി ജീവിക്കുകയായിരുന്നു ഖാസിം. അലിബാബയാവട്ടെ ഒന്നും തന്നെ തന്റെ അച്ഛന്റെ ആ വ്യാപാരത്തിൽ നിന്നുള്ള ലാഭമോ ഒന്നും അവന് ലഭിച്ചിരുന്നില്ല. അത് കൂടാണ്ട് അവൻ കല്യാണം കഴിച്ചത് വളരെ നിർധനയായിട്ടുള്ള ഒരു സ്ത്രീയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വഴിക്കും അവന് യാതൊരു വിധത്തിലുള്ള സമ്പാദ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവന്റെ ജീവിതം തള്ളി നീക്കിയിരുന്നത് അന്നത്തെ ആഹാരത്തിനായിട്ടുള്ള വക കണ്ടുപിടിച്ചുകൊണ്ടായിരുന്നു. അതിനവൻ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി മരമൊക്കെ വെട്ടി ആ മരം ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ പണത്തിന് ആഹാരവും സാധനങ്ങളും എല്ലാം അവൻ മേടിച്ചാണ് ജീവിച്ചിരുന്നത്. ഖാസിം ആകട്ടെ യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും അലിബാബയ്ക്ക് ചെയ്തിരുന്നില്ല കേട്ടോ. പണം കൊടുക്കോ അല്ലെങ്കിൽ ആഹാരം കൊടുക്കോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം അലിബാബ രാവിലെ തന്നെ പതിവ് പോലെ തന്റെ കഴുതകളും ഒക്കെയായി കാട്ടിലേക്ക് ചെന്നു. മരമെല്ലാം മുറിച്ച് അതെല്ലാം തന്റെ കഴുതകളുടെ പുറത്ത് കെട്ടിവെച്ച് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പം പെട്ടെന്ന് അങ്ങ് ദൂരേന്ന് ഭയങ്കര ഒരു ശബ്ദം കേട്ടു. എന്തോ അടുത്തേക്ക് വരുന്നത് പോലെ അവന് തോന്നി. പൊട്ടിപ്പടലങ്ങളാണെങ്കിൽ അങ്ങ് ആകാശത്തോളം ഉയർന്നു. എന്താ വരുന്നത്? കൊടുങ്കാറ്റാണോ അതോ വല്ല മണൽക്കാറ്റ് വരുവാണോ? അവൻ ആകെ പേടിച്ചു. അവൻ എന്നിട്ട് പതുക്കെ ചെന്ന് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അവൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഒരുപാട് ആളുകൾ കുതിരപ്പുറത്ത് ഇങ്ങ് വരുവാണ് കാട്ടിലേക്ക്. അപ്പൊ അലിബാബ വിചാരിച്ചു, കാട്ടില് ഈ നേരത്ത് ഇത്രയും കുതിരപ്പുറത്ത് ആളുകളൊക്കെ എന്തിനാ വരുന്നത്? ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് കണ്ടപ്പോ സംശയം തോന്നിട്ടോ. കാരണം ഈ വന്നവരുടെ അരയിൽ കത്തിയും അതുപോലെ തന്നെ വലിയ വലിയ ഭാണ്ഡങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവന് സംശയമായി. അവൻ ഉറപ്പിച്ചു, ഇനിയിപ്പൊ കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ വരുന്നത് ഞാൻ കണ്ടു എന്ന് മനസ്സിലായാൽ അവരുറപ്പായും എന്നെ കൊല്ലും. അതുകൊണ്ട് തന്നെ അവൻ ആ കഴുതകളെല്ലാം പതുക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിന്റെ പുറകില് കെട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളൊരു വലിയ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അവൻ നോക്കി എന്താണ് ഇവര് ചെയ്യുന്നതെന്ന്. ഇവരൊരുപാട് പേരുണ്ടായിരുന്നു. അവൻ എണ്ണി നോക്കിയപ്പോൾ 40 ആളുകളുണ്ടായിരുന്നു. ഇവർ ഈ 40 പേരും ചെന്ന് നിന്നത് കുതിരകളുടെ പുറത്താണ് കേട്ടോ അവര് വരുന്നത്. അവര് ചെന്ന് നിന്നത് ഒരു വലിയ ഗുഹയുടെ മുമ്പിലാണ്, അടഞ്ഞു കിടക്കുന്ന ഗുഹ. പെട്ടെന്ന് തന്നെ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഒരു കള്ളൻ. അപ്പൊ അലിബാബയ്ക്ക് മനസ്സിലായി ഒരു കള്ളന്മാരാണെന്ന്. അവരുടെ ആ ഒരു വേഷത്തിൽ നിന്നും എല്ലാം അവന് മനസ്സിലായി ഇവര് കള്ളന്മാരാണെന്ന്. ഈ മുമ്പിലുണ്ടായിരുന്ന കള്ളൻ അത് നേതാവായിരിക്കും. ആ നേതാവ് ഈ ഗുഹയുടെ വാതിലിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഓപ്പൺ സിസെമി എന്ന് പറഞ്ഞു. അതായത് തുറക്കൂ സിസെമി എന്ന് പറഞ്ഞു. അത് കേൾക്കലും ഈ വാതിലങ്ങ് നീളെ അങ്ങ് തുറന്നു. അത് തുറന്നപ്പം ഈ 40 കള്ളന്മാരും തങ്ങളുടെ കുതിരകളെ പുറത്ത് നിർത്തി എല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് കയ്യില് ഭാണ്ഡവും എല്ലാമായി കയറിപ്പോയി. അവര് കയറിയതിന്റെ പുറകെ ഈ ഗുഹയുടെ വാതിൽ അടയുകയും ചെയ്തു. അപ്പൊ അലിബാബയ്ക്ക് സംശയം, ഇവരെന്തായിരിക്കും അതിന്റെ ഉള്ളിൽ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോഴാണല്ലോ ആ ഗുഹ തുറന്നത് എന്നൊക്കെ ആലോചിച്ച് അവൻ ഇരുന്നപ്പോഴത്തേക്കും വീണ്ടും ആ ഗുഹയുടെ വാതിൽ അങ്ങ് തുറന്ന് അകത്തേക്ക് കയറിപ്പോയ 40 പേരും തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു.
ഇത്തവണ അവരുടെ കയ്യിൽ ബാണമൊന്നുമില്ല. അപ്പൊ അതിൽ നിന്ന് അവന് എന്ത് മനസ്സിലായി? ഇവര് കള്ളന്മാര് പല സ്ഥലത്തുനിന്നും മോഷ്ടിച്ചുകൊണ്ട് വരുന്നത് എല്ലാം തന്നെ ഈ ഗുഹയുടെ ഉള്ളിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് അലിബാബയ്ക്ക് മനസ്സിലായി. കള്ളന്മാരവിടുന്ന് പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പം അലിബാബ പതുക്കെ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഈ ഗുഹയുടെ വാതിലിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ഓപ്പൺ സെസമി എന്ന് പറഞ്ഞു. തുറക്കൂ സെസമി എന്ന് പറഞ്ഞു. അത് കേട്ടതും ആ ഗുഹയുടെ വാതിൽ അങ്ങ് തുറന്നപ്പം വേഗം തന്നെ അലിബാബ ഉള്ളിൽ കയറിയപ്പോ കണ്ട കാഴ്ച അവന് കണ്ണിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത്ര അധികം സ്വർണവും രത്നങ്ങളും നാണയങ്ങളും പണം, അങ്ങനെ എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും ആ ഗുഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ സഞ്ചി എടുത്ത് അവൻ ആവശ്യമുള്ള പണം, കുറച്ച് കോയിനുകളൊക്കെ എടുത്തു വെച്ച്, കോയിനുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാലൊന്നും കള്ളന്മാര് ശ്രദ്ധിക്കില്ലല്ലോ, അവരങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവുകയല്ലേ ചെയ്യുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് സ്വർണ്ണ നാണയങ്ങളൊക്കെ എടുത്ത് അവന്റെ സഞ്ചിയിലാക്കി അവൻ വീണ്ടും ഓപ്പൺ സെസമി എന്ന് പറഞ്ഞ് ആ ഗുഹയുടെ വാതിലും തുറന്ന് പുറത്തേക്ക് ചെന്ന് കഴുതപ്പുറത്ത് കയറി സ്വന്തം വീട്ടിലെത്തി അലിബാബ ഭാര്യയുടെ അടുത്ത് ഈ സ്വർണ്ണ നാണയങ്ങളെല്ലാം കാണിച്ചു. അപ്പൊ ആദ്യം അവര് പേടിച്ചു കേട്ടോ. അവര് പറഞ്ഞു, എന്താ നിങ്ങൾ മോഷ്ടിക്കുകയാണോ ചെയ്തത്? മോഷ്ടിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എവിടുന്നാ നിങ്ങൾക്ക് ഇത്രയും അധികം നാണയങ്ങളൊക്കെ കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പൊ അലിബാബ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചതല്ല, അവര് മോഷ്ടിച്ച് കൊണ്ടുവന്നതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഭാര്യ വേഗം തന്നെ, ഇത് നമുക്ക് എങ്ങനെയാ നമ്മളൊന്ന് എണ്ണി നോക്കുക, പക്ഷെ ഇത്ര അധികം കോയിൻസ്, ഇത്രയധികം നാണയങ്ങൾ നമ്മൾ എങ്ങനെ എപ്പോ എണ്ണി തീർക്കാനാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ കാസിമിന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ പണം തൂക്കാനുള്ള ത്രാസ് മേടിച്ചിട്ട് വരാം, ആ ബാലൻസ് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അലിബാബയുടെ ഭാര്യ വേഗം ഓടി കാസിമിന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് കാസിമിന്റെ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് ആ ത്രാസ് ഒന്ന് തരാമോ? കുറച്ച് ധാന്യങ്ങൾ കിട്ടിയത് തൂക്കി നോക്കാനാണ് എന്ന് പറഞ്ഞു. പക്ഷെ കാസിമിന്റെ ഭാര്യ കാസിമിനെ പോലെ തന്നെ ഭയങ്കര കണ്ണിങ് ആയിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു. അവൾ എന്ത് ചെയ്തു എന്നറിയോ? എന്തായിരിക്കും ഇവർക്ക് അളക്കാനുള്ളത്? ഇത്രയധികം അളന്നു നോക്കാനായിട്ട് ധാന്യം എവിടെ നിന്നായിരിക്കും ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് അവൾ എന്താ ചെയ്തെന്നറിയോ? ഈ ത്രാസിന്റെ അടിഭാഗത്ത് കുറച്ച് മെഴുക് വെച്ചു. മെഴുകിലപ്പൊ എന്താണെങ്കിലും ഒട്ടിപ്പിടിക്കില്ലേ, അതിനു വേണ്ടിയിട്ട് കുറച്ച് മെഴുക് വെച്ച് അവൾ ഒന്നും അറിയാത്ത പോലെ ഈ ത്രാസ് അലിബാബയുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അവൾ അത് കൊണ്ടുപോയി ഈ നാണയങ്ങളൊക്കെ തൂക്കി വളരെ സന്തോഷമായി. അവരെന്നിട്ട് വീടിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുഴിയെടുത്ത് അതിന്റെ ഉള്ളിൽ ഈ സ്വർണ്ണമൊക്കെ വെച്ച് അടച്ചു വെച്ചു. എന്നിട്ട് പറയും, ഇപ്പം നമുക്കിത് എടുക്കണ്ട, ഇപ്പൊ ഉടൻ തന്നെ നമ്മൾ കൊണ്ടുപോയി അത് പുറത്ത് വിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് മനസ്സിലാവും നമ്മൾ ഇത് എടുത്തു എന്ന്. അതുകൊണ്ട് നമുക്ക് പതുക്കെ കുറേശ്ശെയായിട്ട് വിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവൾ തിരിച്ച് ആ ത്രാസ് കൊണ്ടുവന്ന് ആർക്ക് കൊടുത്തു? ഖാസിമിന്റെ ഭാര്യയ്ക്ക് കൊടുത്തു. ഖാസിമിന്റെ ഭാര്യ ആ മെഴുക് വെച്ച ഭാഗത്ത് നോക്കിയപ്പം ഇവരറിയാതെ ഒരു സ്വർണ്ണ നാണയം അതിലുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് മനസ്സിലായി ഇവർക്ക് എവിടുന്നോ സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ടെന്ന്. വേഗം തന്നെ അവൾ കാസിമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതറിഞ്ഞ കാസിം വേഗം അലിബാബയെ ചെന്ന് കണ്ടു. അലിബാബ ശരിക്കും ഒരു ഭയങ്കര സാധുവായ ഒരു മനുഷ്യനായിരുന്നേ. അതുകൊണ്ട് തന്നെ കാസിം ചോദിച്ചപ്പം എല്ലാ കാര്യങ്ങളും അലിബാബ അങ്ങ് പറഞ്ഞു. ഈ ഗുഹയുടെ കാര്യവും കള്ളന്മാരുടെ കാര്യവും ആ ഗുഹ തുറക്കാനുള്ള വാക്കും എല്ലാം പറഞ്ഞു. എന്നിട്ട് അലിബാബ പറഞ്ഞു, ഖാസിമിനോട് പറഞ്ഞു, അങ്ങോട്ടേക്ക് പോവണ്ട, എന്നെ എന്തോ ഭാഗ്യത്തിന് കള്ളന്മാര് കണ്ടില്ല, ഇനി നീ ചെല്ലുമ്പോഴാവും ചിലപ്പോൾ അവര് കാണുക, അതുകൊണ്ട് അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കാസിം അത് കേൾക്കോ? കാസിമിന് എത്ര പണം കിട്ടിയാലും മതിയാവാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ കാസിം കുറേ കഴുതകളുമെല്ലാമായി ആ ഗുഹയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ഗുഹയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഓപ്പൺ സെസമി എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗുഹയുടെ വാതിലങ്ങ് തുറന്നു. ആ
സന്തോഷമായി കാസിമിന്. കാസിം വേഗം തന്നെ താൻ കൊണ്ടുപോയ ആ സഞ്ചികളും എല്ലാമായി ഉള്ളിലേക്ക് ചെന്ന് കിട്ടുന്നതെല്ലാം തന്നെ അങ്ങ് വാരിയെടുക്കാൻ തുടങ്ങി. വാരിയെടുത്ത് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ കുറേ സാധനങ്ങളും ഇതുപോലെ ഇത്രയും വിലപിടിപ്പുള്ളതെല്ലാം കണ്ട് അവൻ ആകെ വെപ്രാളായി. അവൻ കൈ കിട്ടണതൊക്കെ വാരിയെടുത്ത് ഇത്രയും മതി, ഇനി പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് വന്ന് ഗുഹയുടെ അടുത്തെത്തിയപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. ഗുഹയുടെ വാതിലടഞ്ഞു. ഇനി എങ്ങനെയാണ് തുറക്കുക? അവൻ എത്ര ആലോചിച്ചിട്ടും ആ സെസമി എന്ന് പറയുന്ന വാക്ക് അവൻ എന്ത് ചെയ്തിട്ട് വരുന്നില്ല. അവൻ പല വാക്കുകളും പറഞ്ഞു നോക്കി, ഒന്നും വരുന്നില്ല. എന്തോ ഒരു ധാന്യം പോലത്തെ പേരാണല്ലോ എന്ന് വിചാരിച്ച് കുറെ ധാന്യങ്ങളുടെ പേരുകളും എല്ലാം പറഞ്ഞു. ഒരു രക്ഷയില്ല, വാതിൽ തുറക്കുന്നില്ല. അവൻ ആകെ വെപ്രാളമായി, ആകെ തളർന്ന് അവൻ അവിടെ ഇരുന്നു. അപ്പൊ പെട്ടെന്ന് പുറത്ത് ഭയങ്കര ശബ്ദം കേട്ടു, കുതിരകളുടെ. കാസിമിന് മനസ്സിലായി കള്ളന്മാര് വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്റെ കഥ കഴിയും, അത് ഉറപ്പാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഗുഹയിൽ പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ല. കള്ളന്മാര് വന്ന് അവരാ വാക്ക് പറഞ്ഞ് ഗുഹയുടെ വാതിലങ്ങ് തുറന്ന വഴിക്ക് അവര് കാണുന്നത് എന്താ? വലിയ വലിയ സഞ്ചികളില് സ്വർണവും എല്ലാമായി ഇരിക്കുന്ന കാസിമിനെയാണ് അവർ കണ്ട പാടെ ഒന്നും ചോദിക്കുക പോലും ചെയ്യാതെ കാസിമിനെ അവരങ്ങ് വാളെടുത്ത് വെട്ടി കൊന്നിട്ട് ആ ശരീരം അവിടെ തന്നെ ഇട്ടു. എന്നിട്ട് അവര് കൊണ്ടുവന്നതെല്ലാം അവിടെ വെച്ചിട്ട് അവര് തിരിച്ചുപോയി. പിറ്റേ ദിവസമായിട്ടും കാസിമിനെ കാണാതെയായപ്പോ കാസിമിന്റെ ഭാര്യ ആകെ പേടിച്ചു കേട്ടോ. അവര് വേഗം വന്ന് അലിബാബയോട് കാര്യം പറഞ്ഞു. അപ്പൊ അലിബാബയ്ക്ക് മനസ്സിലായി കാസിം ഗുഹയിലേക്ക് പോയതായിരിക്കും എന്നുറപ്പിച്ച് അലിബാബ ഗുഹയിലേക്ക് ചെന്നു. ഗുഹയിൽ ചെന്ന് വാതിൽ തുറന്ന് കണ്ടതെന്താ? മരിച്ചു കിടക്കുന്ന ഖാസിമിനെയാണ് കണ്ടത്. അത് കണ്ട് വളരെ വിഷമം തോന്നി അലിബാബയ്ക്ക്. ഞാൻ പറഞ്ഞതല്ലേ പോവണ്ടെന്ന്, എന്നിട്ടും നീ വന്നിട്ടല്ലേ ഇത് ഉണ്ടായത് എന്നൊക്കെ വിചാരിച്ച് കാസിമിനെ വേഗം തന്നെ എടുത്ത് തന്റെ കഴുതയുടെ പുറത്ത് ഇട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് കാസിം പറഞ്ഞു, ഇങ്ങനെ നമ്മള് കാസിം മരിച്ചു എന്ന് ഇപ്പൊ നാട്ടുകാരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അത് കള്ളന്മാരുടെ ചെവിയിലും എത്തും. അവരുടൻ തന്നെ വന്ന് നമ്മളെയും ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് തന്നെ കാസിം സാധാരണ രീതിയിൽ ഒരു അസുഖം വന്ന് മരിച്ചതാണെന്നേ വിചാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാസിമിന് വളരെ മിടുക്കിയായിട്ടുള്ള ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ പേരാണ് മോർജിയാന. വളരെ മിടുക്കിയായിരുന്നു, വളരെ ബുദ്ധിമതിയുമായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ മോർജിയാന പറഞ്ഞു, ശരിയാണ്, ഇങ്ങനെ നമ്മൾ ഈ മുതലാളിയുടെ ശരീരം പുറത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആളുകൾ സംശയിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പോയി വേഗം ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ മുതലാളിക്ക് തീരെ വയ്യ, അവശതയാണെന്നൊക്കെ പറഞ്ഞ് മരുന്ന് മേടിച്ചിട്ട് വരാം. കൂട്ടത്തിൽ ഞാൻ ഒരു വയസ്സനായ തുന്നൽക്കാരനെയും കൊണ്ടുവരാം. അപ്പൊ ഈ മുറിവെല്ലാം നമുക്ക് തുന്നി കെട്ടി വെക്കാം. അപ്പൊ ആർക്കും മനസ്സിലാവില്ല കാസിമിനെ ഇങ്ങനെ ആരെങ്കിലും വെട്ടി കൊന്നതാണ് എന്നുള്ളത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോർജിയാന പോയി ഡോക്ടറിനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് നിന്ന് മരുന്നും മേടിച്ച് മരുന്ന് വഴി ഒരു വയസ്സനായ ഒരു തുന്നൽക്കാരനുണ്ടായിരുന്നു, അയാളെയും കൂട്ടി. അയാൾക്ക് വീടും കാര്യങ്ങളും ഒന്നും മനസ്സിലാകാതിരിക്കാനായി അവള് അയാളുടെ കണ്ണൊക്കെ കെട്ടിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ കണ്ണ് കെട്ടി കൊണ്ടുവന്ന് അയാള് വീട്ടിൽ വന്ന് ഖാസിമിന്റെ ശരീരമെല്ലാം തുന്നിച്ചേർത്തു. അയാൾക്കത് മനസ്സിലായില്ല, അയാളത് തുന്നിച്ചേർത്തു. എന്നിട്ട് പിറ്റേ ദിവസം എല്ലാവരെയും അറിയിച്ചു, അവര് ഖാസിം മരിച്ചു, ഇങ്ങനെ അസുഖം വന്നാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവര് ഖാസിമിനെ അടക്കി. കള്ളന്മാര് പിറ്റേ ദിവസം തങ്ങളുടെ ഗുഹയിലേക്ക് ചെന്നപ്പം അവിടെ നോക്കിയപ്പോ ഖാസിമിനെ കാണുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഗുഹയിലേക്ക് കയറാൻ അറിയുന്ന വേറെ ആരോ കൂടി ഇവിടെ ഉണ്ട്. എന്തായാലും ഈ കാടിന് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ളവനായിരിക്കും അത് എന്നുറപ്പിച്ച് അവരിലൊരാള് ആ ഗ്രാമത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് എല്ലാവരോടും അന്വേഷിച്ചു, ഈ അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും ഇവിടെ മരിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരാൾ മരിച്ചിരുന്നു. അയാള് പക്ഷേ അസുഖം വന്ന്
തീരെ അവശനായിരുന്നു, അയാളുടെ ജോലിക്കാരി വന്ന് മരുന്ന് മേടിച്ചു കൊണ്ടുപോവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വയസ്സനായ തുന്നൽക്കാരൻ പറഞ്ഞു, ഒരാളിവിടെ മരിച്ചിരുന്നു, എനിക്കത് മനസ്സിലായി, എന്നെ കൊണ്ടുപോയി അയാളുടെ ശരീരം തുന്നി ചേർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കള്ളന് കാര്യം പിടികിട്ടി. ശരീരത്തിലുള്ള മുറിവ് തുന്നിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അവര് വെട്ടിയ വെട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഉടൻ തന്നെ അയാള് ചെന്നിട്ട് ഈ തയ്യൽക്കാരനോട് ചോദിച്ചു, എവിടെയാണ് ആ വീടെന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പം തയ്യൽക്കാരൻ പറഞ്ഞു, എന്നെ കണ്ണ് കെട്ടിയാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് തന്നെ എനിക്ക് വീടറിയില്ല, നിങ്ങൾ എന്റെ കണ്ണ് കെട്ടു, അപ്പം ഞാൻ ആ വീട്ടില് നടന്ന് എത്ര ദൂരം പോയി എന്നുള്ളത് വെച്ചിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണ് കെട്ടി ആ തുന്നൽക്കാരനെ അയാൾ കൊണ്ടുപോയി. അങ്ങനെ അവർ കറക്റ്റായിട്ട് ചെന്ന് അലിബാബയുടെ വീടിന്റെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ ഭാഗത്ത് കാണുന്ന വീടാണ് എന്ന് പറഞ്ഞു, ഇവിടെ വലത്ത് വശത്ത് കാണുന്ന വീടാണ് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ആ കള്ളൻ ചെന്ന് ആ വലത് വശത്ത് കാണുന്ന വീടിന്റെ അവിടെ ഒരു അടയാളം ഇട്ട് വെച്ചു. എന്നിട്ട് തിരിച്ച് ആ വയസ്സനായ തയ്യൽക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി കള്ളൻ തിരിച്ചു പോയി. രാത്രി എല്ലാരെയും കൂട്ടി വന്ന് അലിബാബയുടെ വീട്ടിൽ കയറി അലിബാബയും കുടുംബത്തിനെയും എല്ലാം കൊല്ലാമെന്നുള്ള ഒരിതിലാണ് അയാൾ പോയത്. ഇതാര് കാണുന്നുണ്ടായിരുന്നു? ഖാസിമിന്റെ ജോലിക്കാരിയായ മർജിയാന കാണുന്നുണ്ടായിരുന്നു. അവള് വേഗം തന്നെ ബുദ്ധിപരമായി എന്താ ചെയ്തെന്നറിയോ? ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ വീടുകളുടെയും വാതിലുകളുടെ മുമ്പില് ഇങ്ങനെ അതേ അടയാളം തന്നെ വരച്ചു വെച്ചു. അപ്പൊ രാത്രിയായപ്പം കള്ളന്മാരെല്ലാവരും കൂടി അലിബാബയെ തേടി വന്നപ്പോ കണ്ടത് എന്താ? ഒരു വീടിന്റെ വാതിലിൽ മാത്രമല്ല, എല്ലാ വീടിന്റെ വാതിലിലും ഉണ്ട് ഈ അടയാളം. പിന്നെ ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അന്ന് അവരത് വേണ്ടാന്ന് വെച്ച് തിരിച്ചുപോയി. വീണ്ടും ഇവര് വന്ന് ഈ വയസ്സനായ തയ്യൽക്കാരനെ കൊണ്ട് വീണ്ടും വീട് കണ്ടുപിടിച്ച് വീണ്ടും ചില അടയാളങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതും മോർജിയാന ബുദ്ധി ഉപയോഗിച്ച് തടഞ്ഞു. അവസാനം അവരുടെ നേതാവ് തന്നെ ഇറങ്ങി, ഇനി നിങ്ങളെ ആരും വിട്ടാൽ ശരിയാവില്ല, ഞാൻ തന്നെ പോയി ഒരു വഴി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അയാള് വീട് കണ്ടുപിടിച്ച് അടയാളമൊന്നും വച്ചില്ല. അയാള് മനസ്സിൽ കുറെ അടയാളങ്ങളൊക്കെ കണ്ടുവെച്ച് അയാള് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രിയില് ഒരു എണ്ണ വ്യാപാരിയായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലും. ഞാൻ 40 വലിയ എണ്ണ ഭരണികളുമായിട്ടായിരിക്കും പോവുക. അതിൽ ഒരു ഭരണിയിൽ നിറയെ എണ്ണയും ബാക്കി 39 എണ്ണത്തിൽ നിങ്ങൾ ഓരോരുത്തരായി കയറി ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു അടയാളം, ഒരു കല്ല് എടുത്ത് പുറത്തേക്ക് എറിയും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഭരണിയുടെ ഉള്ളിൽ നിന്നും ചാടി പുറത്തു വന്ന് അവനെ വധിക്കണം എന്ന് പറഞ്ഞ് അയാള് ഒരു എണ്ണ വ്യാപാരിയുടെ വേഷത്തില് അലിബാബയുടെ വീട്ടിലേക്ക് ചെല്ലും. ഒരു വണ്ടി നിറയെ എണ്ണ ഭരണികളുമായിട്ട്. അതിലൊന്നിൽ എണ്ണയും ബാക്കി 39 എണ്ണത്തിലും പടയാളികളും അയാളുടെ ആളുകളുമായിട്ട് ചെല്ലും. അവിടെ എത്തി അലിബാബയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഞാനൊരു എണ്ണ വ്യാപാരിയാണ്, ഈ വഴി പോയായിരുന്നു, വല്ലാത്ത ക്ഷീണം, ഒന്ന് ഇവിടെ ഇന്ന് താമസിച്ചിട്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അലിബാബ പറഞ്ഞു, അതിനെന്താ, ആയിക്കോളൂ, അങ്ങിവിടെ വിശ്രമിച്ചിട്ട് നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് മോർജിയാനോട് പറഞ്ഞു, നീ അദ്ദേഹത്തിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കൂ, ആഹാരമെല്ലാം പാകം ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം മോർജിയാന പെട്ടെന്ന് നോക്കിയപ്പം ഈ വന്ന എണ്ണ വ്യാപാരിയുടെ കയ്യില് ഒരു മോതിരം അവള് ശ്രദ്ധിച്ചു. അതേപോലത്തെ മോതിരം അലിബാബ അന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതിന്റെ കൂട്ടത്തിൽ കണ്ടതായും അവള് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ അവൾക്ക് സംശയം തോന്നി. വേഗം തന്നെ അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പതുക്കെ ചെന്ന് ഈ ഭരണികളൊക്കെ ഒന്ന് നോക്കി. അതിൽ ഒരു ഭരണിയിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും കേട്ടില്ല, എന്തോ വെള്ളം പോലെ ഉള്ളതായിട്ട് അവൾക്ക് തോന്നി. അടുത്തതിൽ തട്ടിക്കഴിഞ്ഞപ്പം അതിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം, യജമാനെ പുറത്തു വരാൻ സമയമായോ, ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചു. അടുത്തതിൽ തട്ടിയപ്പോഴും അതേ ശബ്ദം, അതേ ചോദ്യം തന്നെ വന്നു. അപ്പൊ അവൾക്ക് കാര്യം മനസ്സിലായി.
ഇത് കള്ളന്മാരാണ്, അലിബാബയെ വധിക്കാനായിട്ട് വന്നതാണ്. ഉടൻ തന്നെ അവള് ആ ഒരു ഭരണി നിറയെ എണ്ണ ഉണ്ടായിരുന്നില്ലേ, അതെടുത്ത് ആ എണ്ണ മുഴുവൻ ചൂടാക്കി നല്ല തിളച്ച എണ്ണ കൊണ്ടുവന്ന് ഈ 39 ഭരണികളുടെയും ഉള്ളിലേക്ക് ഒഴിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ആ കള്ളന്മാരെല്ലാം ആ എണ്ണയിൽ കിടന്ന് മരിച്ചു. രാത്രിയായപ്പം ഈ കള്ളന്മാരുടെ നേതാവ് കള്ളന്മാരെ വിളിക്കാനായി കല്ലെടുത്ത് പുറത്തെറിഞ്ഞു. ആരും വരുന്നില്ല. എന്ത് സംഭവിച്ചു തന്റെ ആളുകൾക്ക്? എന്താണ് ആരും വരാത്തത്? ഇനി ഇരുന്ന് ഉറങ്ങിപ്പോയോ എന്നൊക്കെ വെച്ച് ദേഷ്യപ്പെട്ട് വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്? എല്ലാ ഭരണിയിലും തന്റെ ആളുകൾ മരിച്ചിരിക്കണു. ഒന്നിൽ പോലും ജീവനില്ല. അവന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവർക്ക് കാര്യം മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ ഇവർ വധിക്കും എന്ന് മനസ്സിലായി. അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നെ അയാളെ ആരും തന്നെ അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു വലിയ ഗുഹയും ആ ഗുഹയിലുള്ള സ്വർണവും സമ്പാദ്യവും എല്ലാം ആർക്ക് സ്വന്തമായി? അലിബാബയ്ക്ക് സ്വന്തമായി. അലിബാബയും അലിബാബയുടെ ഭാര്യയും മക്കളും എല്ലാമായി കൂട്ടത്തിന് സഹായിക്കാനായി മർജാനയുമൊക്കെയായി അവർ നല്ല സുഖമായി ജീവിച്ചു. ആ സ്വർണവും എല്ലാം എടുത്ത് അലിബാബ ആവശ്യക്കാർക്കും എല്ലാവരെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷമായി അവര് ജീവിച്ചു. കഥ ഇഷ്ടമായോ? കുറച്ച് വലിയ കഥയാണ് അല്ലേ? പക്ഷെ എന്നാലും നല്ല കഥയല്ലേ? കഥ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം, മറക്കരുത്. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള നല്ല രസകരമായ കഥകളുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.